അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിനായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം ഉടൻ കോഴിക്കോട് ചേരും. ലീഗ് മത്സരിച്ച മണ്ഡലങ്ങളിലെ വിജയസാധ്യത വിലയിരുത്തും. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ ലീഗിന് കടുത്ത അതൃപ്തി എന്ന വാർത്തയും വരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോനാണ് ചേരുന്നത്. അജി, എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിമാരുടെ ബഹളമാണ്, മുഖ്യമന്ത്രിമാർക്ക് വേണ്ടി ആൾക്കാർ ബഹളമാണ്, അതിലെ ഫ്ലക്സും അതും ഇതുമൊക്കെ വരുന്നു. പക്ഷേ അതൊരു ഘടകകക്ഷിയെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നുള്ള വാർത്തയുമുണ്ട്. എന്തായാലും ഈ യോഗം ഉടൻ ചേരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാവും? അശ്മി ക്രിസ്റ്റീന, തെരഞ്ഞെടുപ്പിന് ശേഷം ലീഗിന്റെ ആദ്യത്തെ നേതൃയോഗമാണ്. പ്രധാനമായും ഈ യോഗത്തിന്റെ മുഖ്യ അജണ്ട ലീഗ് മത്സരിച്ച 27 മണ്ഡലങ്ങളിലെ ജയസാധ്യത പരിശോധിക്കുകയാണ്. എങ്കിൽ പോലും നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനുള്ളിലെ ഈ മുഖ്യമന്ത്രി കസാരയെ ചൊല്ലിയുള്ള വിവാദവും സൈബർ ഇടത്തിലെ പോരും വലിയ തലത്തിൽ ഈ മുന്നണിയിൽ, അതായത് UDF-ലെ പ്രധാന ഘടകകക്ഷിയായ ലീഗിനെയും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ലീഗിന്റെ മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഈ ഘട്ടത്തിൽ അനാവശ്യമാണ്, ആ തരത്തിലുള്ള ചർച്ചകളിലേക്ക് വഴിതിരിച്ച് വിടരുത് എന്നുള്ള ഒരു തീരുമാനത്തിലും പരാമർശങ്ങളുമൊക്കെ ഈ ലീഗിന്റെ മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം തന്നെ പറയുകയും ചെയ്തിരുന്നു. വലിയ തരത്തിൽ ഒറ്റക്കെട്ടായി ഭരണം പിടിക്കൂ എന്ന ലക്ഷ്യത്തോടു കൂടി ഇറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിനെ വലിയ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെയും ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. മുൻകാലങ്ങളിലെ പോലെ വിപരീതമായി ഇത്തവണ എല്ലാ കാര്യങ്ങളും ലീഗിന്റെ A to Z കാര്യങ്ങൾ തീരുമാനിച്ചത്, അതായത് സ്ഥാനാർത്ഥി നിർണയം അടക്കം പ്രഖ്യാപനം അടക്കം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിച്ചത് ലീഗിന്റെ തന്നെ അധ്യക്ഷനാണ്, സാദിഖ് അലി തങ്ങളാണ്. സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിലാണ് അത്തരത്തിൽ എല്ലാ തീരുമാനങ്ങളും എടുത്തത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുന്നത് വലിയ തലത്തിലുള്ള മുറുമുറുപ്പ് ലീഗിനുള്ളിൽ തന്നെ ഉണ്ട്. ലീഗ് പ്രധാനമായും 27 മണ്ഡലങ്ങളിലാണ് അവർ മത്സരിച്ചത്. അതിൽ പുനലൂരും കൂത്തുപറമ്പിലും അടക്കം ജയസാധ്യത അവർ കാണുന്നില്ല. പക്ഷേ പേരാമ്പ്ര അടക്കമുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വിലയിരുത്തലും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇന്ന് മലപ്പുറത്തടക്കം ഈ VD സതീഷിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളൊക്കെ വന്നത് വലിയ തലത്തിലുള്ള വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില നേതാക്കൾ പറഞ്ഞ കാര്യം, അത് രഹസ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് KP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ KC വേണുഗോപാലിനായി സാദിഖ് അലി തങ്ങളിനെ കാണുവാൻ വേണ്ടി ഒരു നീക്കം നടത്തി എന്ന തലത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അത് നേതാക്കൾ ഔദ്യോഗികമായ ആ വാർത്തകളൊന്നും തന്നെയും സ്ഥിരീകരിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു വിജയം അനിവാര്യമായ ഒരു തെരഞ്ഞെടുപ്പിൽ അത് വിജയിക്കും എന്ന ഒരു ആത്മവിശ്വാസത്തിനൊപ്പം ഈ മുഖ്യമന്ത്രി ആരെ എന്ന് തീരുമാനിക്കുന്നുള്ള കാര്യം പിന്നീട് മാറ്റിവെക്കണമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് മാത്രമല്ല, ഈ ഉപമുഖ്യമന്ത്രിയുടെ കാര്യത്തിന് വേണ്ടി ഈ ലീഗിനെ വലിച്ചിഴക്കുന്നു. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കടുത്ത അതൃപ്തി ആ വാക്കുകൾ തന്നെ തുറന്നു പറഞ്ഞതാണ്. അപ്പോൾ ലീഗിന് ആ വിഷയത്തിൽ നല്ല രോഷവും അമർഷവും അതൃപ്തിയും ഒക്കെ ഉണ്ട്. അത് കോൺഗ്രസിനെ അറിയിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ലതല്ല, ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഈ പണി നടത്തുന്നത് നല്ലതല്ല എന്ന് ലീഗ് കൃത്യമായ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് നിൽക്കുമോ എന്നുള്ള എനിക്ക് ആർത്തിയത് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.